പ്രിയപ്പെട്ടവരെ, കേൾക്കരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വാർത്തകളിലൊന്നാണ് ഇന്ന് രാവിലെ അബുദാബിക്കും ദുബായ്ക്കും ഇടയിലുള്ള ഷഹാമയിൽ നിന്ന് നമ്മളെ തേടിയെത്തിയത്. ഒരു കുടുംബത്തിലെ ഒരു വീട്ടിലെ 4 പേർ എന്ന രൂപത്തിൽ മരണമടഞ്ഞു എന്ന സങ്കടകരമായ വാർത്ത. അതിനു മുമ്പ് ഒരു കാര്യം പറയണം. ഇന്നലെ ലിവ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ദുബായിൽ നിന്ന് പോയവരാണ്. ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഇന്ന് വെളുപ്പിന് ഇങ്ങോട്ട് വരുമ്പോഴാണ് അപകടമുണ്ടായത് എന്നാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 3 കുട്ടികളാണ്, ഒരു വീട്ടിലെ 3 കുട്ടികൾ. ഒപ്പം അവിടെ ജോലിക്ക് നിന്ന ഒരു മലയാളി സ്ത്രീയും മരണമടഞ്ഞു എന്ന രൂപത്തിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും, 10-45 വർഷങ്ങൾക്ക് മുമ്പ് ബർദുബായ് ഭാഗത്ത് റീറ്റെയിൽ സ്റ്റോറുകളൊക്കെ ഇന്നത്തെ രൂപത്തിൽ ആരംഭിച്ച റസാഖ് ഹാജിയുണ്ട്. അദ്ദേഹം വടകര കുന്നുമ്മക്കര സ്വദേശിയാണ്. റസാഖ് ഹാജിയുടെ മകൾ റുക്സാനയും മരുമകൻ ലത്തീഫും, മരുമകൻ മലപ്പുറം സ്വദേശി, തിരൂർ സ്വദേശിയാണ്. ഇവരുടെ മക്കളാണ് മരണമടഞ്ഞതെന്നാണ് പ്രാഥമികമായി ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. ഇവരുടെ വീട്ടിൽ ജോലിക്ക് ചെന്നിരുന്ന മലപ്പുറം സ്വദേശിനിയായിട്ടുള്ള ബുഷ്ര എന്നൊരു സ്ത്രീയെക്കുറിച്ചും മരിച്ചവരുടെ ലിസ്റ്റിൽ പറഞ്ഞു കേൾക്കുന്നു. ഈ റുക്സാനയും ഭർത്താവ് ലത്തീഫും ഇപ്പോൾ അബുദാബിയിൽ ICUവിലാണ് എന്നാണ് കേൾക്കുന്നത്. ഇവരിങ്ങനെ വെളുപ്പിന് വരുമ്പോൾ ഉറങ്ങിപ്പോയതാകാം എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. എന്തെങ്കിലും ഒരു വിവരം കിട്ടണമെങ്കിൽ ഇവർ കാര്യങ്ങൾ സംസാരിക്കുകയും ബാക്കിയുള്ളവർ ഏതായാലും വന്ന വാഹനം മറിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രത നമ്മൾ ഓരോരുത്തരും പാലിക്കണം. ഒരു അർദ്ധനിമിഷം, ഒരു സെക്കൻഡിൻ്റെ പകുതി ഒന്ന് കണ്ണ് മയങ്ങിപ്പോയാൽ ക്ഷീണമാകാം, ഉറക്കമില്ലാത്തതാവാം, ഒരുപാട് ഓടിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവിക ക്ഷീണമാവാം. ഒരു സെക്കൻഡ്, അര സെക്കൻഡ് മയങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നിന്നും ഇതുപോലെ ഒരു അപകട വാർത്ത നമ്മൾ അറിഞ്ഞതാണ്, മദീനയ്ക്ക് അടുത്ത് വെച്ച്. അത് മലപ്പുറം സ്വദേശികളായ 4 പേരാണ് മരണമടഞ്ഞത്. ഒരു അബ്ദുൽ ജലീലും മാതാവുമൊക്കെ മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇത്തരം സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ വിൻ്ററാണ്, സുഖകരമായിട്ടുള്ള കാലാവസ്ഥയാകുമ്പോൾ വാഹനത്തിനകത്താണെങ്കിലും ഒന്ന് മയങ്ങാൻ തോന്നിപ്പോകും. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ദീർഘദൂര യാത്രകൾ പോകുന്നവർ, പരിചയമില്ലാത്ത ദീർഘദൂര യാത്രകളിലേക്ക് പോകുന്നവർ, ഇവരൊക്കെ പ്രത്യേക ശ്രദ്ധ പാലിച്ചുകൊണ്ടും, കൂടെ ഇരിക്കുന്നവർ എപ്പോഴും സംസാരിച്ചും എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞും, നമ്മൾ പറയാറില്ലേ, അങ്ങനെയൊക്കെ പോകാൻ വേണ്ടി നോക്കണം. ഏതായാലും ഈ കുടുംബത്തിൻ്റെ ദുഃഖം നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വാർത്തയല്ല. 14 വയസ്സുള്ള അഷസ്, 12 വയസ്സുള്ള അമ്മാർ, 5 വയസ്സുള്ള അയാഷ്, ഈ 3 കുട്ടികളാണ് മരിച്ചതായിട്ട് ഞങ്ങൾക്ക് വിവരം കിട്ടിയിരിക്കുന്നു. ഒപ്പം റുക്സാനയും. ഈ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്ന ഇങ്ങനത്തെ ഒരു വേർപാടിൽ ഞങ്ങളും അനുശോചനം അറിയിക്കുന്നതോടൊപ്പം ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത നമ്മളെല്ലാവരും പാലിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. കാലങ്ങളായി നടന്നു വരുന്ന ഒരു തട്ടിപ്പ് ഇപ്പോഴും ഈ സൈബർ യുഗത്തിലും വളരെ സജീവമായി നടക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം, ഈ വലിയ വലിയ കമ്പനികളുടെ ലോഗോ, ലെറ്റർ ഹെഡ് ഇതൊക്കെ ഫ്രെയിം ചെയ്തെടുത്തിട്ട് അത് കാണിച്ചുകൊണ്ട് ഇതാ ഇവിടെ ജോലിയുണ്ട്, അപേക്ഷിക്കാം, ആദ്യം ഇത്ര ഫീസ് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇൻ്റർവ്യൂ വരെ നടത്തിച്ച് ജോലി, വർക്ക് വിസ നൽകാം എന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്തവരെ കൊണ്ടുപോയിട്ട് കാശും വാങ്ങി കബളിപ്പിച്ച് പോകുന്ന സംഘങ്ങൾ നിരവധി പ്രവർത്തിക്കുന്നുണ്ട്. ജോലിക്ക് നമുക്ക് അർഹതയില്ലെങ്കിൽ പോലും അവർ പറയുന്ന ചില വാഗ്ദാനങ്ങൾ, അവരുടെ ചില പരീക്ഷാ രീതികൾ, ഇൻ്റർവ്യൂ രീതികൾ, ഇതൊക്കെ വിശ്വസിച്ച് പോകും. ബാർഗെയിൻ ചെയ്യുന്നത്, ശമ്പളം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഇതൊക്കെ വിശ്വാസം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കുന്നു, നിങ്ങൾക്ക് ഇത്ര ജോയിൻ ചെയ്യാം, ആദ്യം ഇത്ര അടയ്ക്കണം, വിസയുടെ കാശ് നിങ്ങൾ ഏജൻസിക്ക് വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിക്കുന്ന തരത്തിൽ ഈ സൈബർ യുഗത്തിലും തട്ടിപ്പുകൾ സജീവമായി നടക്കുകയാണ്. തൽക്കാലം വേറെ ആരോടും പറയരുതെന്നൊക്കെ പറയും. കാരണം ഒരുപാട് പേർ അപേക്ഷിച്ചിരിക്കുന്നു, പല ആളുകളും റെക്കമെൻഡേഷനുമായിട്ട് വരുന്നു. ജോലിക്ക് കയറിയ ശേഷം നിങ്ങൾ ബാക്കി കാശ് കൊടുത്താൽ മതി, ഇപ്പോൾ ഇത്ര കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഈ സംഘം തട്ടിക്കുന്നത്. പ്രമുഖ കമ്പനി ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വേർഡിങ്സും ലെറ്ററും ടേംസും കണ്ടീഷൻസും ഒക്കെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾ അങ്ങ് പെട്ടുപോകും. ഇങ്ങനെ സംശയമുള്ളവരെക്കുറിച്ച് ദുബായ് പോലീസിനെ അറിയിക്കണമെന്ന്, അതിൻ്റെ ആപ്പിലൂടെ തന്നെ കാര്യങ്ങൾ അറിയിക്കണമെന്ന് പോലീസ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പറയുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. UAEയിലെ ഏറ്റവും നല്ല ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സ്പോട്ടുകളിലൊന്നാണ് അലൈനിലെ ജബൽ ഹഫീദ് മലയുടെ മുകളിൽ പോയി
ഇരിക്കുക, അവിടെ കുറച്ചു നേരം കാറ്റുകൊണ്ട് ആ ഒരു സൗഭാഗ്യ കാലാവസ്ഥ അനുഭവിച്ചിരിക്കുക, പ്രത്യേകിച്ച് മഞ്ഞ് വീഴ്ച, മഴ ഇതൊക്കെ കൊണ്ടിരിക്കുക, നല്ല കാറ്റ്, നല്ല തണുപ്പ്. പക്ഷേ നമ്മൾ മലയാളികളടക്കം ഒരുപാട് ആളുകൾ ഇവിടെ ചെന്നിട്ട് വളരെ അനധികൃതമായി അവിടെ ബാർബിക്യൂ പരിപാടി ആരംഭിക്കും. അതുകൊണ്ട് സന്ധ്യയാവുമ്പോൾ വേറെ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ ഒന്നുമില്ല എന്ന് കരുതിയിട്ട് ഒരു സൈഡിൽ പതുക്കെ ബാർബിക്യൂ പരിപാടി ആരംഭിക്കും. ഇത് നടക്കില്ല എന്ന് പലവട്ടം അലയൻസ് സിറ്റി മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു ബോർഡ് കൊണ്ടുവച്ചിട്ടുണ്ട്, ഇവിടെ ബാർബിക്യൂ നടത്താൻ ആരെങ്കിലും വന്നാൽ കൃത്യമായിട്ടും ഫൈൻ കിട്ടും. അത് 4000 ദിർഹം വരെ ആയിരിക്കും ഫൈൻ എന്നറിയുന്നു. പ്രത്യേക ശ്രദ്ധ ഈ വിഷയത്തിലും വയ്ക്കുക. ഡിസംബർ ആദ്യവാരം ആരംഭിച്ച വിൻ്റർ ബ്രേക്ക് കഴിഞ്ഞ് ജനുവരി 5 നാളെ തിങ്കളാഴ്ച സ്കൂളുകൾ തുറക്കുന്നു. അപ്പോൾ നാളെ തിങ്കളാഴ്ച പ്രത്യേകിച്ച് റോഡിൽ തിരക്ക് ഒന്ന് ഊഹിക്കണം. സമയം കണക്ക് കൂട്ടി ഇറങ്ങുന്നവർ, കൃത്യമായിട്ട് ജോലിക്ക് പോകണം, ഓഫീസിലെത്തണം, സ്കൂളിൽ പോകണം എന്നൊക്കെ ഉള്ളവർ കുറച്ച് നേരത്തെ കൂട്ടി ഇറങ്ങിയ തിരക്കേടില്ല. പൊതുവേ 2-3 ദിവസമായിട്ട് ഇപ്പം മൂടൽ മഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായൊരു ട്രാഫിക് സ്ലോ ഡൗൺ പ്രതീക്ഷിക്കണം റോഡുകളിൽ എന്ന കാര്യം കൂടി മനസ്സിൽ വെക്കുക. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ, വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ്, eLessons.net, എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ, കിസ ഫ്ലോർ മിൽസ്, ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ, ട്രാവൽ ആൻഡ് മൂവേഴ്സ്, ഫിറ ഫുഡ്സ്, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, അൽ ഉസൂദ് കാർഗോ, അരീൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ.